വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു കാണുന്നു ഞാൻ. വിശ്വാസത്താ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധി കടന്നു വരുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, തിരുനാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം തന്ന ഭാഗ്യപദവിക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്തിട്ട് വിശേഷാൽ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇപ്പൊ നമ്മളിവിടെ പാടിയ പാട്ട് കാണുന്നു ഞാൻ വിശ്വാസത്താൽ, ഇത് പാടിയത് മാത്രമേ ഉള്ളൂ. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാൽ, കർത്താവ് പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. അനേകർ ഈ പാട്ട് പാടുന്നുണ്ട്, അനേകർ പാടി ആരാധിക്കുന്നുണ്ട്. പക്ഷെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഈ കഴിഞ്ഞ നാളുകളിലായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസത്തെ കുറിച്ചാണ്. അപ്പോഴെല്ലാം ഈ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുകയാണ്. ഞാനല്ല പാടുന്നത്, വേറെ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പാട്ട് പാടുന്നത് അവർ ഈ പാട്ട് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ. എന്തൊക്കെ കാണുന്നു? അത് നമ്മുടെ ജീവിതത്തിലെ എന്തെല്ലാമാണ് നമ്മൾ കാണേണ്ടത്? ചെങ്കടലിനെ വിഭാഗിച്ച് നമ്മൾ കാണുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ശത്രുവിന്റെ തലയെ തകരുന്നത് കാണുന്നുണ്ടോ? യെരിഹോവിന്റെ മതിലുകൾ വീഴുന്നത് നമ്മൾ കാണുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലാണ് നമ്മൾ കാണേണ്ടത്. അവരുടെ ജീവിതത്തിൽ അവർ കണ്ടു എന്നുണ്ടെങ്കിൽ ഇന്ന് ഞാനും എന്റെ ജീവിതത്തിൽ കാണണം ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നത്. എന്റെ ജീവിതത്തിൽ എനിക്ക് വിരോധമായി നിൽക്കുന്ന യെരിഹോവിന്റെ മതില് വീഴുന്നത് ഞാൻ കാണണം. ഞാൻ ആർപ്പിടുമ്പോൾ അത് വീഴുക തന്നെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നത് വൃഥാവാണ്. അനേകർ പാടുന്നുണ്ട്, അനേകരെ പാടി ആരാധിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇത് ഞാൻ എന്നോട് തന്നെ പല പ്രാവശ്യം ചോദിച്ചില്ല, പലവട്ടം ചോദിച്ചില്ല. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, ചെങ്കടലുകൾ നേരെ വരുമ്പോ ഞാൻ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത്? സ്വത്രം. ഞാൻ എങ്ങനെയാണ് എനിക്ക് വിരോധമായി നിൽക്കുന്ന ശത്രുവിനോട് ഞാൻ പ്രതികരിക്കുന്നത്? ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ ഒടിയിൽ വായിക്കുന്നു, 4 നാളായാലും, അത് പാട്ട് ഭാഗം നോക്കി, 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വാമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായ നമ്മൾ ഒന്നുകൂടെ കേൾക്കുന്നത്, 4 നാളായാലും നാറ്റം വമിച്ചാലും ഇത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്, തിരുവചനത്തിലെ ഭാഗമാണ്. നോക്കിയേ, ഏതെല്ലാം നാറ്റം വമിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായാലും പ്രതികൂലങ്ങൾ ഉണ്ടായാലും അതിന്റെ മുന്നിൽ എന്റെ കർത്താവ് വരിക തന്നെ ചെയ്യും. അത് ഞാൻ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഒരു പക്ഷേ ഇത് പാടിയ ആളിന്റെ ആത്മാവിൽ എന്തായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിത് പാടുമ്പോൾ ഞാനിത് വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നാം ഓരോരുത്തരും എപ്പോഴും ചിന്തിക്കേണ്ടത്. ഇത് ഞാൻ ഈ കഴിഞ്ഞ നാളുകളിലായി പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. 12ാം വർഷത്തെ കുറിച്ച് ഞാൻ പ്രസംഗിച്ച അനേക നാളുകൾ ഈ 12ാം വർഷത്തിൽ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഈ സഭയിൽ ഈ കൂട്ടായ്മ പ്രസംഗിച്ചിട്ടുള്ളതാണ്. പ്രവചനാത്മാവിനെ സംസാരിച്ചിട്ടുള്ളതാണ്. അത് നടക്കുമെന്ന് എനിക്ക് നല്ല പൂർണ്ണ നിശ്ചയമുണ്ട്. പക്ഷെ അത് നടത്തത്തില്ല എന്ന് പറഞ്ഞ് ദുഷ്ടൻ അതിനെതിരായിട്ട് നിൽക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. എപ്പോഴും ചിന്തിച്ചോണം, നമ്മൾ അത് പ്രസംഗിക്കപ്പെടുമ്പോൾ അത് നടക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി എന്തെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ അതിനെ നടത്തി തരത്തില്ല എന്ന് വാദിച്ചു
പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദുഷ്ടാത്മ ശക്തികള് ഈ നമ്മുടെ കൂട്ടത്തിൽ വരുന്നവരുടെ മധ്യത്തിൽ കൂടെ ദുഷ്ടന്റെ ആത്മാ പ്രവർത്തിക്കും. സ്തോത്രം. ഇവന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എനിക്കൊന്ന് കാണണം. ഇവ പ്രാർത്ഥിച്ചല്ലോ, അത് നടക്കാൻ പാടില്ല എന്ന് വാദിച്ചുകൊണ്ട് നിൽക്കുന്നവരുണ്ട്. നമ്മുടെ മുന്നേ സ്നേഹം നടിച്ചുകൊണ്ട് പറയും, ഓ ഇത് കർത്താവേ നടത്തണമെന്ന് പറയും. അതേ വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് എന്താണെന്ന് നമുക്കറിയണോ? ദുഷ്ടനോട് പറയുന്നുണ്ട്, ഇത് നടന്നു കഴിഞ്ഞാൽ മനുഷ്യരറിയും, ഇത് നാട്ടുകാരറിയും, ഇത് സംഭവം ശരിയാണെന്ന് അറിയും, അതുകൊണ്ട് ഇത് നടക്കാൻ പാടില്ല. ആരാണ് പ്രവർത്തിക്കുന്നത് അറിയാമോ? ദുഷ്ടൻ. ഇത് ഞാൻ നല്ലതുപോലെ ഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യന് പറഞ്ഞല്ല, ആരും പ്രസംഗിച്ചല്ല, കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്നതുപോലൊക്കെ സംഭവങ്ങൾ നടക്കുമെന്ന്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ, എന്തെല്ലാം പ്രശ്നങ്ങൾ ആരെല്ലാം കൊണ്ടുവന്ന് തന്നാലും എനിക്കൊരു കാര്യമുണ്ട്, ഞാൻ ഉറച്ചിരിക്കുന്ന വിശ്വാസത്തിൽ നിന്ന് ഒരു പണവിട പോലും ഞാൻ മാറത്തില്ല. അതിനകത്തിൽ ഉറച്ചു തന്നെ നിൽക്കും. ഭയപ്പെടരുത്. വിശ്വാസം വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയക്കുവാൻ പാടില്ല. കാരണം എന്താണെന്നറിയാം? ഞാൻ ആരെ സ്നേഹിക്കുന്നു, ആരെന്നെ സ്നേഹിക്കുന്നു. നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളതല്ല, അതിനേക്കാളുപരി എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴാണ് പ്രശ്നം ഉണ്ടാകുന്നത്? വിശ്വാസം നഷ്ടപ്പെടുന്നത്. എപ്പോഴാണ് ഇവർ വിശ്വാസം നഷ്ടപ്പെടുന്നത്? അവർ തമ്മിലുള്ള സ്നേഹം കുറയുമ്പോൾ. അപ്പോ പൂർണ്ണ സ്നേഹം എന്ത് ചെയ്യുന്നു? വിശ്വാസത്തിനെ അരക്കിട്ട് ഉറപ്പിക്കുക ചെയ്യുന്നത്. അപ്പൊ നമ്മള് എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നുണ്ട്, അവന്റെ സ്നേഹം സകല സ്നേഹത്തിനും വലിയതാണ്, ഞാൻ ആ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കുവാൻ കഴിയും. ഇന്ന് അനേകർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണെന്ന് അറിയാമോ? ഐ ഡോണ്ട് നോ. എനിക്കത് അറിയത്തില്ല മറുപടി. പക്ഷെ എന്നെങ്കിൽ ഞാനൊന്ന് സ്നേഹിക്കുന്നു. യേശു കർത്താവ് ശിമോനോട് ചോദിച്ചു, ആര് അധികം സ്നേഹിക്കും? എനിക്ക് നിന്നോട് ഒന്ന് പറയുവാനുണ്ട്. ലൂക്കോസ് 7-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു പാപിയായ സ്ത്രീ വന്ന് യേശുവിന്റെ കാൽപാദത്തിൽ വന്ന് കരഞ്ഞ് കണ്ണുനീരുകൊണ്ട് കാലുകളെ കഴുകി, മുടി കൊണ്ട് അവന്റെ കാലുകളെ തുറച്ച് അവന്റെ കാലുകളെ ചുംബിച്ച് പരിമള തൈലം കൊണ്ട് അവന്റെ കാലുകളെ പൂശിയപ്പോൾ ശിമോൻ പറയുകയാണ്, ഇവൾ ആരെന്നും ഇവൾ പാപിയെന്നും ഈ പ്രവാചകൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ദൈവം സമ്മതിക്കത്തില്ലായിരുന്നു. പക്ഷെന്നുണ്ടെങ്കിൽ യേശു പറയാണ്, ശിമോനെ എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. 2 കടക്കാരുണ്ടായിരുന്നു ഒരുത്തന്. അതിലെ ഏറെ വാങ്ങിയവരുണ്ട്, കുറച്ച് വാങ്ങിയവരുണ്ട്. ആ 2 പേർക്ക് വിളച്ചു കൊടുത്തപ്പോൾ ആരെ അധികം സ്നേഹിക്കും? ശിമോൻ മറുപടി പറഞ്ഞു, കർത്താവേ അല്ലെങ്കിൽ യേശുവേ, അധികം വിളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കും. എന്നാൽ എനിക്ക് അധികം വിളച്ചു കിട്ടിയത് കൊണ്ട് ഞാൻ എന്റെ കർത്താവിനെ എന്ത് ചെയ്യുന്നു? അധികമായി സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ അധികം വിളച്ചു കിട്ടിയ മനോഭാവം നമുക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അന്ന് കഴിഞ്ഞ നാളില് ഞാൻ ഒരു പ്രാവശ്യം ഇന്ത്യയിലെ മിഷൻ ട്രിപ്പിന് കടന്നു വേണം. എന്നോടൊപ്പം ഒരു അച്ഛനെ കൊണ്ടുപോയി. അച്ഛനെ ഞാൻ സാക്ഷ്യം പറയാനായിട്ട് പോയതെല്ലാം അവസരം കൊടുത്തു. ഒഴിവില്ല സാക്ഷ്യം ഞാനെല്ലാം റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് റെക്കോർഡ് ചെയ്ത സാക്ഷ്യമൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യ കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മുഴുവൻ കള്ളമാണ്. ഇതൊന്നുമല്ല, എന്തെല്ലാം പാവിയായിട്ട് ജീവിച്ച മനുഷ്യനാണ്. ഇതോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പറയാൻ എന്താണെന്നറിയാം? ഭയമാ. എന്താ കാര്യം? ഇദ്ദേഹം ക്ഷമിച്ച് കിട്ടിയെന്നുള്ള വിശ്വാസം ഇല്ല. അതുകൊണ്ട് ആരെ സ്നേഹിക്കുന്നില്ല? ദൈവത്തെ സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഇന്ന് അനേകർക്ക് അതാ പ്രശ്നം. അനേകർക്ക് പ്രശ്നമല്ല. ഞാൻ വിശുദ്ധനായിരുന്നു. ചില എന്റെ മുന്നേ വെച്ചാൽ പറഞ്ഞു, കർത്താവ് ഈ മദ്യപാനിയായിരുന്ന മോനിച്ച ബ്രദറിനെ ഇങ്ങനെ ഇത്രയും നീ വിടുതൽ കൊടുത്തല്ലോ എന്ന് പറഞ്ഞിട്ട് എന്റെ മുന്നേ നിന്നൊരു പ്രാർത്ഥിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ മദ്യപാനിയാണെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ നീ പറയണം. ഞാൻ പറയുന്നത് പിന്നെ നിനക്ക് പറയേണ്ട കാര്യം എന്താ? നിന്റെ കാര്യം നീ പറഞ്ഞാൽ പോരെ. കാരണം എന്നാന്നറിയാം, ഞാൻ മുമ്പേ കർത്താവിന്റെ ദാസൻ വായിച്ച വേദഭാഗം വായിച്ച യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിനകത്ത്
അതിന്റെ 20 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. തിന്മ പ്രവർത്തിക്കുന്നവരെല്ലാം വെളിച്ചത്തെ പകയ്ക്കും. പിന്നെ തന്റെ പ്രവൃത്തി ആക്ഷേപം വരാതിരിക്കാൻ വേറൊരുത്തന്റെ പ്രവൃത്തിയെ വെളിച്ചത്തിലേക്ക് വരുന്നു. അല്ല, വേറൊരുത്തന്റെ പ്രവൃത്തിയെ വിളിച്ചു പറയുന്നു. അപ്പൊ തന്റെ പ്രവൃത്തി ആക്ഷേപമായിരിക്കുന്നത് കൊണ്ട് വേറൊരുത്തന്റെ മോർച്ചപ്രകാരം പ്രവൃത്തി വിളിച്ച് വെളിച്ചത്തിലേക്ക് വരുന്നില്ല. ഞാൻ പാപിയാണെന്ന് സമ്മതിക്കുന്നില്ല. പിന്നെ നീ കർത്താവിനെ സ്നേഹിക്കുകയും പിന്നെ കർത്താവിനെ എങ്ങനെ വിശ്വസിക്കുകയും ചെയ്യാൻ കഴിയും? അവളോട് പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ. അതായത് ഷിമോന് ഈ യേശുവിനെ വീട്ടിൽ വിളിച്ചു വരുന്നില്ലയോ? ഷിമോന് വിശ്വാസം ഇല്ലായിരുന്നു, ഉണ്ടായിരുന്നു. എന്തുമാത്രം വിശ്വാസമുണ്ട്, എന്തുമാത്രം വിശ്വാസമുണ്ട്. അത്ഭുതങ്ങൾ ചെയ്ത വിശ്വാസം ഉണ്ട്. അവൻ നോക്കി ഉടനെ ഞങ്ങളെയെല്ലാം സഹായിച്ച ആ ശതാധിപന്റെ ദാസനെ വിടുതൽ കൊടുത്തു. നൈനിലെ വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. കുരുടരെ കാണിച്ചു കൊടുത്തു. മരിച്ചവരെ ഉയർപ്പിച്ചു. അനേക അത്ഭുതങ്ങൾ നടത്തി. ആ വിശ്വാസമേ ഇദ്ദേഹത്തിന് ഉള്ളൂ. ഇവനൊരു പ്രവാചകനാണെന്ന് പോലും ഇപ്പൊ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇതാണ് ഈ അനേകർക്ക് പറ്റിയിരിക്കുന്നത്. അത്ഭുതങ്ങളുടെ പുറകെ പോകും, അടയാളങ്ങളുടെ പുറകെ പോകും. അത് മാത്രമല്ല, മനുഷ്യർ മുഴുവനും നോക്കുന്നത് പരീക്ഷാ മനോഭാവത്തോടു കൂടി നോക്കുന്നവർക്ക് കർത്താവിനെ വിശ്വസിക്കുവാനോ കർത്താവിനെ സ്നേഹിക്കുവാനോ കഴിയത്തില്ല. ദൈവമക്കളെ, നമ്മൾ വിശ്വസിക്കുന്നവരായി മാറണം. അത് നമ്മൾ എന്താ പറയുന്നത്? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇത് ഭയങ്കര ഒരു ആഴമുള്ള ഒരു വിശ്വാസത്തെ കുറിച്ചാണ് നിങ്ങൾ അല്പമായിട്ട് ഗ്രഹിക്കാനായിട്ട് പോകുന്നത്. മർക്കോസ് 11:22. പ്രൈസ് ദി ലോർഡ്. മതി. നമ്മൾ ആർക്കാണ് ദൈവത്തിൽ വിശ്വാസമില്ലാത്തത്? ആർക്കെങ്കിലും ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരായി കൊല്ലുന്നുണ്ടോ? എല്ലാവർക്കും എന്തുണ്ട്? ദൈവത്തിൽ വിശ്വാസം ഉണ്ട്. പിന്നെന്താ പ്രശ്നം? എന്നാൽ ഇതിന്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്: ദൈവത്തിൽ അനുഭവത്തെ നോക്കിയേ, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കുന്നല്ല, ഹാവ് ഫെയ്ത്ത് ഓഫ് ഗോഡ്, ദൈവ വിശ്വാസമുള്ളവരായിരിക്കും. എങ്ങനെയാണോ ഇതിന്റെ അർത്ഥം? എങ്ങനെയാണ് പറയുന്നത്? എല്ലാവരും പറയുന്നത് ദൈവവിശ്വാസം. എന്താണ് ദൈവത്തിലുള്ള വിശ്വാസവും ദൈവവിശ്വാസവും തമ്മിലുള്ള വ്യത്യാസം? കർത്താവിദാസം ദൈവത്തോട് നമുക്ക് എന്തുണ്ട്? സമാധാനമുണ്ട്. ദൈവ സമാധാനം. ഇത് രണ്ടും ചേർത്ത് പഠിപ്പിച്ചത് അല്ലേ? ഇത് രണ്ടും ഇതുപോലെ തന്നെ ദൈവവിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും തമ്മിൽ രണ്ടാണ്. ദൈവത്തോടുള്ള സമാധാനവും ദൈവസമാധാനവും. ദൈവത്തോട് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടി യേശുക്രിസ്തു എന്ത് ചെയ്തു? മരിച്ചു. അതോടുകൂടി ആ ചുവര് മാറ്റി ദൈവത്തോട് നമുക്ക് എന്തുണ്ടായി? സമാധാനം ഉണ്ടായി. അപ്പൊ ദൈവ സമാധാനം എന്ന് പറയുന്നത് ആ സമാധാനമല്ല. ഏത് സമാധാനം? ദൈവത്തോടുള്ള സമാധാനമല്ല, ദൈവത്തിന്റെ സമാധാനമാണ്. എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൽ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? കാരണം യേശു കർത്താവാണെന്നും രക്ഷിതാവാണെന്നും നമ്മൾ ഉള്ളിൽ സ്വീകരിച്ചപ്പോൾ ദൈവത്തിൽ നമുക്ക് എന്തുണ്ട്? വിശ്വാസമുണ്ട്. ദൈവത്തിന് കഴിയാത്ത മറ്റൊന്നും ഇല്ല എന്നും നമുക്കറിയാം, അല്ലേ? പിന്നെ ദൈവ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കെന്നത്ത് ഹേഗന്റെ ലാംഗ്വേജ് പറയുന്നത് ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിലുള്ള വിശ്വാസം പോലെയുള്ള വിശ്വാസം. അതെന്താ വിശ്വാസം? ദൈവത്തിലുള്ള പോലെയുള്ള വിശ്വാസം സംഭവിക്കും. അപ്പൊ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇരുട്ട് കണ്ടു കഴിയേണ്ട കർത്താവ് എന്ന് പറഞ്ഞു. നമ്മളാണ് എന്താ പറയും? ഭയങ്കര ഇരുട്ടാന്ന് പറയും. എന്തോരം വലിയ. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞു? വെളിച്ചം. അത് ആരുടെ വിശ്വാസമാണ്? അപ്പൊ നമുക്ക് ഏത് വിശ്വാസം ഉണ്ടാകണം? കുഷ്ഠരോഗിയെ കണ്ടിട്ട് സൗഖ്യം ആകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ നീ പോയി ആരെ കാണിക്കാൻ പറഞ്ഞു? പുരോഹിതനെ. അത് ആരുടെ വിശ്വാസമാണ്? ദൈവത്തിന്റെ. നമ്മളത് എന്താ പറയും? നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
ഒരു യാചകൻ വന്ന് അവിടെ സുന്ദരമെന്ന ഗോപുരത്തിന്റെ വഴിവാതിൽക്കൽ അവിടെ യാചിക്കാൻ വന്നിരുന്നു. പത്രോസും യോഹന്നാനും കണ്ടു. നമ്മളാണെങ്കിൽ എന്ത് പറയും? നമുക്ക് ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഒരു പ്രവാചകൻ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പൊ നീ ഇത് കൈ വെച്ചോ എന്ന് പറഞ്ഞ് കാശ് കൊടുത്തേച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ കയറി പോകും. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യാൻ പോകുന്നത്? അതെ. പത്രോസ് എന്ന് പറഞ്ഞു, എന്റെ കയ്യിൽ പണമല്ല ഉള്ളത്, എന്റെ കയ്യിൽ അതിനും വലുതൊന്നുണ്ട്. എനിക്ക് ദൈവവിശ്വാസമുണ്ട്. അവന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. അതാണ് ദൈവവിശ്വാസം. എന്നാൽ നമുക്ക് ദൈവത്തിൽ എന്തുണ്ട്? വിശ്വാസമുണ്ട്. ഒറിജിനൽ ലാംഗ്വേജ് പറഞ്ഞിരിക്കുന്നത് നമ്മളെല്ലാവരും എന്തുള്ളവരായി മാറണം? ദൈവ വിശ്വാസം ഉള്ളവരായി മാറണം. പ്രൈസ് ദി ലോർഡ്. ദൈവവിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ്, അവിശ്വാസത്തിന്റെ ആത്മാവ് നമ്മളിൽ വരണം. അല്ല പറയട്ടെ, ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ ആത്മാവ്. വിശ്വാസത്തിന്റെ ആത്മാവിനെ എവിടെ കിട്ടും? കർത്താവിനെ കിട്ടത്തുള്ളൂ. ഒരു കാലയളവില് ഞാൻ ഈ വിശ്വാസത്തെ കുറിച്ച് പഠിച്ച് ഇങ്ങനെ തീ പോലെ നിൽക്കുന്ന അവസരത്തിലാണ് വിശ്വാസത്തെ കുറിച്ച് 24 സബ്ജക്റ്റുകൾ എടുത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു റെക്കോർഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് മണം ഉണ്ടാക്കി. ഷേർലിയോട് പറഞ്ഞു, അവളോട് പറഞ്ഞു, നീ ഇന്ന് ബൈബിൾ വായിക്കും, ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ബെഡ്റൂമിൽ ഇരുന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് ഓടി വായിച്ചു. റെക്കോർഡ് ചെയ്ത് ഇന്റർനെറ്റിനകത്ത് കിടപ്പുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഞാൻ നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നി എൻ്റെ കൂടെ ഒരാൾ നടക്കുന്നുണ്ട്. I feel somebody is walking with me. വിശ്വാസത്തിന്റെ ഒരു ആത്മാവ് എന്റെ കൂടെ നടക്കുകയാണ്. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? 2 കൊരിന്ത്യർ 4-ാം അധ്യായം. കർത്താദാസൻ ഇന്ന് വായിച്ചോ? 9-ാമത്തെ വാക്യമായിരുന്നു വായിച്ചത്. ഇന്ന് 4-ാം അധ്യായത്തിന്റെ 13-14 വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 13-14. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട്. അപ്പൊ പൗലോസ് എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്? നമ്മളിൽ എന്തോ ആത്മാവ് ഉള്ളത്. പിന്നെ അപ്പൊ ഞങ്ങളിൽ എങ്ങനെ ആര് സംസാരിച്ചതുപോലെ സംസാരിക്കണം? അപ്പോസ്തലന്മാർ. അപ്പൊ നമുക്കെന്താ സംസാരിക്കാനോ പഠിപ്പിക്കാനോ പറ്റാത്തത്? എവിടെയാണ് തകരാറ് പറ്റിയിരിക്കുന്നത്? ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നതും പ്രസംഗിക്കുന്നതും മനുഷ്യരോട് പറഞ്ഞു കൊടുക്കുന്നതും. എന്താണ്? വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ആരിലുണ്ടായിരുന്നു? അപ്പോസ്തലന്മാരിൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഏത് ആത്മാവ് വേണ്ടത്? വിശ്വാസത്തിന്റെ അതേ ആത്മാവ്. അതുകൊണ്ട് അവരും സംസാരിക്കുന്നു. നമ്മളെ ഏത് ആത്മാവ് വേണ്ടത്? വിശ്വാസത്തിന്റെ. ദൈവത്തിന് ഏത് ആത്മാവ് ഉണ്ടായിരുന്നത്? വിശ്വാസത്തിന്റെ ആത്മാവ്, അതേ ആത്മാവ്. അപ്പൊ ദൈവവിശ്വാസം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോ അവരിൽ എന്തുണ്ടാകും? ദൈവവിശ്വാസം ഉണ്ടാകും. ഇല്ല എന്നുണ്ടെങ്കിൽ ദൈവത്തിലുള്ള വിശ്വാസമേ നമുക്കുണ്ടാകത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് മനസ്സിലാക്കണം. അതിന് 14-ാമത്തെ വാക്യം, കർത്താവായ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിനോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടുകൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പൊ എന്തോരം വലിയ വിശ്വാസമാണ് നോക്കി. ഞങ്ങളോടുകൂടെ, ആരോടുകൂടെ? അപ്പോസ്തലന്മാരോടുകൂടെ നമ്മളെയും നിർത്തുമെന്നുള്ള ഭയങ്കര വിശ്വാസം. അപ്പൊ അതേ ആത്മാവിലാ പറയേണ്ടത്. വിശ്വാസത്തിന്റെ അതേ ആത്മാവിലെ. ഇവിടെ നമ്മുടെ മലയാളത്തിനകത്ത് ചെറിയ മിസ്റ്റേക്ക് ഗലാത്യ ലേഖനത്തിനകത്തുണ്ട്. ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിനകത്ത് ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് പഠിപ്പിക്കുമ്പോ അതിനകത്തിൽ ചില ട്രാൻസ്ലേഷനകത്ത് വിശ്വാസം എന്നുള്ളതിന് അവരങ്ങ് ട്രാൻസ്ലേറ്റ് ചെയ്തു. എന്ത്? വിശ്വസ്തത എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു. ഞാനത് ഒരു പ്രാവശ്യം ഇതേമാതിരി ദൈവാത്മാവിൽ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എടുത്തുമ്പോൾ പറഞ്ഞു അന്നേരം വിശ്വസ്തത എന്ന് കണ്ടു. ഞാൻ അന്നേരം എനിക്കിവിടെ തെറ്റ് പറ്റിയോ? വീണ്ടും ഞാൻ പരിശോധിച്ചു.
അവിടെ നോക്കിയപ്പോ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വായിച്ചു അതിന്റെ 22-ാമത്തെ വാക്യം. വായിക്കണമെന്നല്ല, ഞാൻ വായിക്കാം. സ്നേഹം, ആത്മാവിന്റെ ഫലമോ സ്നേഹം. സ്നേഹം എവിടെ നിന്നാ വരുന്നത്? ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് അല്ലേ. സന്തോഷം എവിടെ നിന്നാ വരുന്നത്? ദൈവത്തിന്റെ. സമാധാനം ദൈവത്തിന്റെ ആത്മാവ്. ദീർഘക്ഷമ ആരിലാണ് ഉണ്ടാകുന്നത്? ദൈവാത്മാവിലാണ് ഉണ്ടാകുന്നത്. ദയ ദൈവാത്മാവിലാണ് ഉണ്ടാകുന്നത്. പരോപകാരം ദൈവാത്മാവിലാണ് ഉണ്ടാകുന്നത്. നമ്മളിന്ന് അനേകരെ പരോപകാരം ചെയ്യുന്നവരെ കാണാൻ സാധിക്കും. ഇവരെന്തിനാ ചെയ്യുന്നതെന്നറിയാമോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടി ചെയ്യുന്നത്? പേര് കിട്ടാനും അവരവരെ ഉയർത്താന്നതിന് വേണ്ടിയാണ് പരോപകാരം ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ ചെയ്യുന്ന പരോപകാരം അവരവരെ ഉയർത്താനല്ല എന്ന് അനേകര് പലരെയും കൊടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടി കൊടുക്കുന്നത് അറിയാമോ? അവരുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത് എന്തിനകത്ത് വരണം? പാഠപുസ്തകത്തിനകത്തോ അല്ലെന്നുണ്ടെങ്കിൽ അവര് നടത്തുന്ന പ്രോഗ്രാമിനകത്തോ ഇത് വരണം. അതാണ് പരോപകാരം ചെയ്യുന്നത്. ഇവിടെ ഞാൻ കണ്ടേക്കുന്ന പരോപകാരങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നു. ലോകം അങ്ങനെ ചെയ്യുന്നത്. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ പരോപകാരം ചെയ്യുന്നത് മനുഷ്യനെ കാണിക്കാനോ അല്ല, പിന്നെ ആരെ കാണിക്കാനാണ്? സ്വയം ദൈവത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ്. അടുത്തതാണ് മലയാളത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? 7-ാമത്തേത് വിശ്വസ്തത. അത് വിശ്വസ്തത എന്ന് മലയാളത്തിലും ചില ട്രാൻസ്ലേഷനുകൾക്കും വിശ്വസ്തത എന്നാണ് ഫെയ്ത്ത്ഫുൾനെസ് എന്ന് കിടക്കുന്നത്. എന്നാൽ ഒറിജിനൽ ലാംഗ്വേജിൽ എന്റെ ട്രാൻസ്ലേഷനകത്തും ഫെയ്ത്ത് എന്നാണ് കിടക്കുന്നത്. ഫെയ്ത്ത് എന്താണ്? ഫെയ്ത്ത് വിശ്വാസം. ഫെയ്ത്ത്, മീക്നെസ്, ടെമ്പർനെസ്, പ്രൈസ് ദി ലോർഡ്, സൗമ്യത, വിശ്വസ്തത, വിശ്വാസം, സൗമ്യത, ഇന്ദ്രജയം. ഈ ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ ഇന്ദ്രിയം ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ നിർത്താനാസിന്? ഇന്ന് അനേകർക്ക് ഇന്ദ്രിയം ഇല്ലാത്ത എന്തുവാ? എത്ര ഇന്ദ്രിയങ്ങളാണ് ഉള്ളത്? 5 ഇന്ദ്രിയങ്ങളാണ്. ഇന്നലെ രാത്രിയിൽ ഞങ്ങളൊരു പ്രസംഗം ഇരുന്നത്, കണ്ണ് നിനക്ക് ബുദ്ധിമുട്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ അദ്ദേഹം പ്രസംഗിച്ച് നല്ല പ്രസംഗമായിരുന്നു അല്ലേ. നല്ല യൗവനക്കാരനും ഇന്ത്യയിലുള്ള നല്ലൊരു മലയാളി. ഈ ഡിനോമിനേഷണൽ സ്പിരിറ്റ് നല്ല പ്രസംഗിക്കുന്നു. നല്ല ഉഗ്രം പ്രസംഗമായിരുന്നു. നമ്മളെ കണ്ട് നമുക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ചുഴഞ്ഞെടുത്ത് എടുത്തു കളയുന്നല്ല, ആ പാകത്തേക്കുള്ള കാര്യം അതിന് നമ്മുടെ ലാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കർത്താവിനെ പഠിപ്പിക്കാൻ പോകുന്ന കാര്യമാണ്. ഈ 9 കാര്യങ്ങൾ, ചെയ്യരുതാത്ത കാര്യങ്ങൾ. ദൈവമക്കളെ, ഇതെല്ലാം നമ്മൾ ജയം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ആത്മാവിന്റെ ഫലം പുറപ്പെടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കണം? നമ്മളിൽ ഈ ആത്മാവ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയണം. വിശ്വാസത്തിന്റെ അതേ ആത്മാവാണ് നമുക്ക് തന്നിരിക്കുന്നത്. ദൈവം എന്താണ് മുഖപക്ഷമുള്ളവനല്ല. ദൈവം തരുമ്പോൾ എല്ലാം എങ്ങനെയാ തരുന്നത്? എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുന്നത്. അപ്പൊ ഒരുപോലെ കൊടുത്തപ്പോ ദൈവം നമുക്ക് തന്നേക്കുന്നത് ഏതാണ്? എല്ലാവർക്കും വിശ്വാസത്തിന്റെ അതേ ആത്മാവ് തന്നെയാണ്. അതുകൊണ്ടാണ് ടൈറ്റസിന്റെ പുസ്തകം, തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിനകത്ത് വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ കുറച്ചു പേർക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ? എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. അത് നീ എങ്ങനെ സ്വീകരിക്കുന്നു? ഞാനെങ്ങനെ സ്വീകരിക്കുന്നു? ഞാനെങ്ങനെ വിശ്വസിക്കുന്നു? ഞാനെങ്ങനെ പ്രവർത്തിക്കുന്നു? കർത്താവ് പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ? പൗലോസിന് പറയാറുണ്ട്, ഞാൻ മനുഷ്യരുടെ അടുക്കൽ നല്ല പഠിച്ചത്. ഞാൻ എവിടുന്ന് പ്രാപിച്ചത്? ദൈവത്തിൽ നിന്ന് നേരിട്ട്. എനിക്കും അതന്നെ പറയാനുള്ളത്. ഞാൻ മനുഷ്യരുടെ അടുക്കൽ നല്ല പഠിച്ചത്. അതുകൊണ്ട് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത് അതുപോലെ തന്നെ വിളമ്പി കൊടുക്കുന്നു. എന്തിനാ വിളമ്പി കൊടുക്കുന്നത്? മനസ്സുള്ളവരെ വിശ്വസിച്ചിട്ട് ദൈവത്തിന്റെ പ്രവൃത്തി കാണണം. കർത്താവ് നമ്മളെ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നത്. റോമാലേഖനം 10-ാം അധ്യായം. ഇത് ഞാൻ സാധാരണഗതിയിൽ വല്ലപ്പോഴും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പറയാറുള്ള ഒരു കാര്യമാണ്. അത് വളരെ ശക്തമായിട്ട് നമ്മൾ ചിന്തിച്ചെങ്കിലേ ഇത് പിടികിട്ടുന്നുള്ളൂ. ചില കർത്താദാസൻ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഞാനിത് ആദ്യം ദൈവസഭയിൽ വന്നു കഴിഞ്ഞാൽ പലരും പ്രാർത്ഥിച്ചു, കർത്താവേ നിന്റെ ആണിപ്പഴുള്ള കരം ഇങ്ങോട്ട് തൊട്ട് സൗഖ്യമാക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു ദാസനെ.
ഉണ്ട്. നമ്മൾ നോക്കാം കർത്താവ് ആണിപ്പെടുത്തുള്ള കാര്യം കൊണ്ട് വരുമോ ഇല്ലയോ എന്ന് അല്ലേ നോക്കണ്ടേ. റോമാലേഖനം 10-ാം അധ്യായം അതിന്റെ 6 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു. വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ. എന്തോ വിശ്വാസത്താലുള്ള നീതി ഏത് തരത്തിലാ പറയുന്നത്? ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ച് സ്വർഗത്തിൽ കയറുമെന്നോ. അപ്പൊ കർത്താവ് നിന്റെ കരവുകൊണ്ട് വരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാ വല്ല രക്ഷയുണ്ടോ? വല്ല രക്ഷയുണ്ടോ? കർത്താവ് കരവുകൊണ്ട് വരുമോ? അടുത്തത് ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റണമെന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ. അപ്പൊ ക്രിസ്തു പാതാളത്തിൽ പോയി അവനെ അവിടുന്ന് പിടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ പാതാളത്തിൽ ഇറങ്ങുമെന്നോ എവിടെ പോലും പറയരുത്. ഇപ്പൊ പ്രാർത്ഥിച്ചാണ് പറയുക അല്ലേ. ഇപ്പൊ വിശ്വാസം പറയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കർത്താവ് നിന്റെ കരം ഇങ്ങോട്ട് വന്ന് തൊടുന്നതല്ല, കർത്താവ് പറയുന്നത് നിന്റെ കരത്തോട് അവിടെ ഞാൻ പ്രവർത്തിക്കും. മനസ്സിലാകുന്നുണ്ടോ ആർക്കെങ്കിലും? പ്രൈസ് ദി ലോർഡ്. അപ്പൊ വിശ്വാസത്താലുള്ള നീതി ഇവണ്ണമാണ് പറയുന്നത്. ദൈവത്തിന്റെ നീതിയാണ് വിശ്വാസത്താലുള്ള നീതി. ഇവണ്ണ പറയുന്നത് ഇവണ്ണം ക്രിസ്തുവിനെ ഇറക്കണമെന്ന് വിചാരിച്ചാൽ സ്വർഗത്തിൽ കയറുമെന്നോ, അവനെ മരിച്ചവരുടെ ഏറ്റണമെന്ന് വിചാരിച്ചാൽ പാതാളത്തിൽ ഇറങ്ങുമെന്നോ എവിടെ പറയരുത്? നിന്റെ ഹൃദയത്തിൽ പോലും പറയരുത്. എന്നാൽ അതെന്ത് പറയുന്നു? അടുത്ത വചനം നിനക്ക് സമീപമായും നിന്റെ ഹൃദയത്തിലും നിന്റെ. അപ്പൊ ആരാണ് പ്രവർത്തിക്കുന്നത്? ഇങ്ങോട്ട് നോക്കി, ഇതാണ് പ്രവർത്തിക്കുന്നത്. അപ്പോ നമ്മൾ കർത്താവ് നീ ഇറങ്ങി വരണമേ. ചെന്ന് പ്രസംഗിക്കുന്ന ഉറാസികളുണ്ട്. അവൻ ആകാശം ചായച്ചിറങ്ങി കീറി മുറിച്ച് വന്നിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പഴയ നിയമത്തിലെ കാര്യമാണ് അത്, പുതിയ നിയമത്തിലെ വ്യവസ്ഥയല്ല. പഴയ നിയമത്തിൽ ശരിയായിരുന്നു, യെശയ്യാവ് അത് പറഞ്ഞായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് അത് മുഴുവനായും ആർക്ക് തന്നു? നമുക്ക് തന്നു. അത് നമ്മളാണ് പ്രവൃത്തി കൊണ്ടത്. അതിനെയാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് ആരുടെ വിശ്വാസമാണ്? ദൈവ വിശ്വാസം. നമ്മളെല്ലാവരും എങ്ങനെയുള്ളവരായി മാറണം? ദൈവ വിശ്വാസം ഉള്ളവരായി മാറണം. ദൈവത്തിങ്കൽ നമുക്ക് എല്ലാവർക്കും എന്തുണ്ട്? വിശ്വാസം ഉണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ദൈവ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുവാൻ, ദൈവവിശ്വാസം പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടുവരുവാൻ, ദൈവവിശ്വാസം ഭൂമിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ അത് നമ്മളെ കൊണ്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് മുമ്പേ വായിച്ച മർക്കോസിന് 11-ാം അധ്യായത്തിന് 22-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. എന്താണ് വായിക്കുന്നത്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് മാറിപ്പോകാൻ പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അത് ആരുടെ വിശ്വാസമാണ്? ദൈവത്തിന്റെ വിശ്വാസം. അപ്പൊ നമ്മളൊക്കെ വിളിച്ചു പറയേണ്ടത് ആരുടെ വിശ്വാസമാണ്? ദൈവത്തിന്റെ വിശ്വാസമാണ് വിളിച്ചു പറയേണ്ടത്. നമുക്ക് ആരുടെ വിശ്വാസമുണ്ട്? ഇപ്പൊ എനിക്ക് എന്റെ പിതാവിൽ എനിക്ക് വിശ്വാസമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളിൽ വിശ്വാസമുണ്ട്. ആ കുഞ്ഞുങ്ങൾ പറയേണ്ട ആരുടെ വിശ്വാസമാണെന്നറിയാമോ? എന്റെ വിശ്വാസം വിളിച്ചു പറയേണ്ടത്. എന്ന് പറഞ്ഞതുപോലെ കൊച്ചു കുഞ്ഞിനെ കാണുന്നുണ്ടെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾ 4-5 വയസ്സുണ്ട്, 6, 8 വയസ്സുണ്ട്, സ്കൂളിൽ പോകും. നമ്മുടെ പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊച്ചു പിള്ളേർ നമ്മളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നുണ്ട്. ആരെയും വഴക്കുണ്ടാക്കാൻ എന്തോ ചെയ്യും? എന്റെ പപ്പ അല്ലേ, എന്റെ മമ്മി അല്ലെന്നുണ്ടെങ്കിൽ എന്റെ പപ്പായോട് ഞാൻ പറയട്ടെ, പപ്പ നിന്റെ മുഖം ഇടിച്ച് ശരിയാക്കും അല്ലേ. അപ്പൊ ആരിലുള്ള വിശ്വാസമാണ്? അവന് ആരിലൊക്കെ വിശ്വാസമുണ്ട്? പപ്പായിൽ വിശ്വാസമുണ്ട്, പിന്നെ പപ്പായുടെ വിശ്വാസം കൂടെ പറയുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ആ പിതാവിന്റെ വിശ്വാസം നമുക്കുണ്ടാകണം. ആ വാക്യം വായിച്ച് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മർക്കോസ് 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ. അപ്പൊ ഇതാണ് വിശ്വാസമാണ് വിളിച്ചു പറയുന്നത്. യേശു കർത്താവ് പറയുന്നത് ദൈവത്തിന്റെ വിശ്വാസമാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന്, ഞാൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് ഏത് മലയോട്? നമുക്ക് അഭിമുഖീകരിച്ച് നിൽക്കുന്ന ഈ ചെങ്കടലിനോട്, അല്ലെങ്കിൽ നമുക്ക് അഭിമുഖമായി നിൽക്കുന്ന ഈ എറിഹോ മതിലിനോട്, അല്ലെന്നുണ്ടെങ്കിൽ നാറ്റം വെച്ച് കിടക്കുന്ന ഈ വിഷയത്തോട്, പിന്നെ നീ കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ
സംഭവിക്കും എന്ന് ആര് പറഞ്ഞു? സത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു. യേശു സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. അതാണ് വിശ്വാസമാണ്, യേശുവിന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് ആരുടെ വിശ്വാസമാണ് ഉണ്ടായിരിക്കേണ്ടത്? യേശുവിന്റെ വിശ്വാസം. ഗോഡ് കൈൻഡ് ഓഫ് ഫെയ്ത്ത്. ദൈവവിശ്വാസമുള്ളവരായിരിക്കാൻ ദൈവമായ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.